പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട ദൈവകൃപ അനുഭവിപ്പാൻ ഈ ഞായറാഴ്ച ദിവസം ഏവർക്കും ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 18-ാം സങ്കീർത്തനം 30-ാം വാക്യം. സാംസ് 18:30 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ഏകദേശം 50 വാക്യങ്ങൾ അടങ്ങിയ ധന്യമായ ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട ഈ വാഗ്ദത്ത വചനത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ദൈവ വചനത്തിന്റെ പ്രത്യേകത തികവുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ പൂർണ്ണതയുള്ളത്, തൃപ്തിയുള്ളത്, തികവുള്ളത് തേടിയുള്ള ഒരു യാത്രയിലാണ്. നമുക്കറിയാം, ഒരു 30 വർഷം പുറകിൽ ദൈനംദിന കാര്യങ്ങൾ നടക്കണം എന്ന് മാത്രമേ ഒരു 80% ആൾക്കാർക്ക് ചിന്തയിലുള്ളൂ. അതെന്താണെങ്കിലും കാര്യം നടക്കണം, സുഗമമായിട്ട് പോകണം. എന്നാൽ ഈ കഴിഞ്ഞ 30 വർഷങ്ങളായി എല്ലാവരും ബ്രാൻഡഡ് ഐറ്റംസിന്റെ പിന്നാലെയാണ്. എന്തെടുത്താലും ബ്രാൻഡഡ് ആയിരിക്കണം. എന്താണ് അതിന്റെ കാരണം? ബ്രാൻഡഡ് ആകുമ്പോൾ അത് ക്വാളിറ്റി ഉണ്ട്, വാറണ്ടി ഉണ്ട്. അങ്ങനെ ലോകപ്രകാരം ഒത്തിരി സർട്ടിഫിക്കേഷനും ഗുണഗണങ്ങളുമുണ്ട്. ഇതിന്റെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് അത് പ്യുവറാണ്, പ്രോപ്പറാണ്, അത് അധികകാലം നിൽക്കും, പ്രയോജനപ്പെടും, അർത്ഥാൽ തികവുള്ളതാണ്. എന്നാൽ ഈ ലോകത്തിന്റെ ഏത് ബ്രാൻഡിന്റെ പുറകിന് പോയാലും എത്ര നാൾ അതിന് ആയുസ്സുണ്ട്? എത്ര നാൾ അത് ഈട് നിൽക്കും? ഇതെല്ലാം മാൻമെയ്ഡാണ്. മാൻമെയ്ഡിന് മുഴുവനും അതിന് അതിൻ്റെതായിട്ടുള്ള പരിധിയുണ്ട്, പരിമിതിയുണ്ട്, പോരായ്മയുണ്ട്. കാരണം മാൻമെയ്ഡാണ്. ഈ മാനിനെ തന്നെ ഗോഡ് മെയ്ഡാണ്. ദൈവം മെനഞ്ഞത് കൊണ്ടാണല്ലോ മനുഷ്യനായത്. ആ മനുഷ്യൻ മെനയുന്നതിന് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ കുറവുകളും ഉണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് തേടുന്നതും അലയുന്നതും പിന്നാലെ പോകുന്നതും ഒക്കെ തികവുള്ളതേ എന്ന് ലോകം മാർക്കറ്റിംഗ് തന്ത്രം മെനഞ്ഞ് അതിനെ നെറ്റിയിൽ ചാർത്തുമ്പോൾ ഏറ്റവും അഴുകിപ്പോകുന്ന, ഈ മണ്ണിനോടും ലോകത്തോടും അലിഞ്ഞു ചേരുന്ന ഒരു ഓപ്ഷണൽ, ഒരു പ്രത്യേക കാലപരിധിക്കുള്ളിൽ ഉള്ളത് മാത്രമാണ് എന്ന് മറന്നുപോകുന്നു. എന്നാൽ ഇന്നത്തെ ദൈവത്തിന്റെ വചനമാകുന്ന വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം തികവുള്ളത്. അതെ, വചനം നാം പഠിക്കുമ്പോൾ ഭാഷാപരവും പ്രവചനപരവും ഒക്കെ നിന്നുപോകും. എന്നാൽ ഒരിക്കലും നിൽക്കാത്തതും മാറാത്തതും മാറിപ്പോകാത്തതും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതും ദൈവത്തിന്റെ വചനം മാത്രമാണ്. അതുകൊണ്ട്
ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഈ ലോകത്തിലെ ഒന്നിലും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ആശ്രയവും വെക്കരുത്. നമുക്ക് ആശ്രയിക്കുവാൻ, പൂർണ്ണമായി വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. അതെ, അത് തീയിൽ ഊതിക്കഴിച്ചതാണ്. എന്തിനാണ് തീയിൽ ഊതിക്കഴിക്കുക എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സകല മാലിന്യങ്ങളും പോരായ്മകളും അനാവശ്യ ചേരുവകളും തീയിൽ കൂടെ കടത്തിവിടുമ്പോൾ വെന്തുപോകും. അതെ, ദൈവവചനത്തിൽ അനേക പ്രാവശ്യങ്ങൾ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, തീയിൽ ഊതിക്കഴിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം മാലിന്യമില്ലാത്തതാണ്, കുറവില്ലാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റരുത്. മാറ്റിയാൽ ആ മാറ്റുന്ന ആളിന് അതിൻ്റെതായിട്ടുള്ള പരിണിത ഫലം ഉണ്ടായിരിക്കും. കാരണം സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ട തികവുള്ളതും തീയിൽ ഊതിക്കഴിച്ചതുമായ ദൈവത്തിന്റെ വചനമാണ്. അതിനെ ആശ്രയിക്കുന്നവർ, ശരണം പ്രാപിക്കുന്നവർ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവത്തിന്റെ വചനം എന്നോടും നിങ്ങളോടും ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. ഈ ലോകത്തിൽ ആരിലെങ്കിലും എന്തിലെങ്കിലും ആശ്രയിക്കുന്ന ആരെങ്കിലും ഈ വാഗ്ദത്ത വചനം കേൾക്കുന്നുവെങ്കിൽ അതിനോട് വിട പറഞ്ഞിട്ട് തികവുള്ള, തീയിൽ ഊതിക്കഴിച്ച് ഒരു കുറവും പറയുവാനില്ലാത്ത ഈ ദൈവവചനത്തിൽ ശരണപ്പെടണം. അതിന് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാണ്? അനേകർക്ക് തങ്ങളുടെ മക്കളിലാണ്. തങ്ങളുടെ ആൺമക്കൾ, പെൺമക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനപ്പുറത്ത് പിന്നൊരു വാക്കില്ല. മക്കളുടെ വാക്ക് കേൾക്കണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷേ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മളെക്കാട്ടിൽ കഴിവും വിദ്യാഭ്യാസവും സ്ഥാനവും മഹിമയും പദവിയുമുള്ള ആരെങ്കിലും ഉണ്ടോ? അവര് പറയുന്നതാണ് നമ്മുടെ അവസാന വാക്ക്. അല്ല, ദൈവത്തിലും ദൈവവചനത്തിലും ശരണപ്പെടണം. നമ്മുടെ സഭാ നേതൃത്വം പറയുന്നതാണ് നമ്മുടെ അവസാന വാക്ക്. അല്ല, ജീവന്റെ വചനം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഭയെയോ സഭാപിതാക്കന്മാരെയോ അനുസരിക്കേണ്ട എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. അനുസരിക്കണം, സഭയുടെ നിയമങ്ങൾ പാലിക്കണം. പക്ഷേ ഞാനും നിങ്ങളും അനുവർത്തിക്കേണ്ടതും പിൻപറ്റേണ്ടതും സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനത്തിൽ പരിപൂർണമായി ആശ്രയിക്കാത്തവർക്കും വിശ്വസിക്കാത്തവർക്കുമാണ് എന്നും പ്രശ്നങ്ങൾ, എന്നും ഭാരങ്ങൾ. അല്പം കൂടെ മനസ്സിലാകുന്നവണ്ണം ലളിതമാക്കി പറഞ്ഞാൽ, ദൈവവചനത്തിലും ദൈവത്തിലും പരിപൂർണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാത്തവർ അനേകരുടെ വാക്ക് കേൾക്കേണ്ടി വരും, അനേകരെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ദൈവവചനത്തെയും ദൈവത്തെയും ആശ്രയിക്കുന്നവർക്ക് ഒന്ന് മാത്രം ആശ്രയിച്ചാൽ മതി, ഒന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ദിനം രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കൾ അവരവരോട് ഒരു ചോദ്യം ചോദിച്ചേ. ഞാൻ എത്ര പേരെ അനുസരിക്കേണ്ടതായി വരുന്നു? എത്ര പേര് പറയുന്നത് കേൾക്കേണ്ട ഒരു ദുരവസ്ഥ എനിക്കുണ്ട്? അങ്ങനെ അവരവരുടെ കയ്യേലൊന്ന് എണ്ണി തിട്ടപ്പെടുത്തിയാൽ സ്വയം മനസ്സിലാകും അതിന്റെ കാരണം ഞാൻ ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ തികവുള്ളത്,
ഈ ലോകത്തിൽ കേൾക്കുന്നതും കാണുന്നതും നാം കണ്ടുകേട്ട് പോകുന്നതും ഒക്കെ അഴിഞ്ഞു പോകുന്നതാണ്, കത്തി അമരുന്നതാണ്. എന്നാൽ തീയിൽ കത്തി അമരാതെ ഇന്നും ശക്തമായി നിലകൊള്ളുന്നത്, അതെ, അനേകർ നൂറ്റാണ്ടുകളായി കത്തി അമർത്തുവാൻ നോക്കിയത്, ഇല്ലാതാക്കുവാൻ നോക്കിയ ഈ ദൈവത്തിന്റെ വചനം ഇന്നും അനേകരുടെ ജീവിതങ്ങൾക്ക് മാറ്റം കൊടുക്കുന്നു. ആ ഒരു വലിയ ദൈവത്തിന്റെ വചനം ഈ വിശുദ്ധ ദിനം രാവിലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിന് വിടുതൽ നൽകട്ടെ, തികവ് നൽകട്ടെ. നിങ്ങളുടെ പോരായ്മയെ അപ്പൻ തന്റെ സ്വർഗത്തിലെ വചനത്താൽ നികത്തി തരട്ടെ. അതെ, ഈ തികവുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആശ്രയമായിരിക്കട്ടെ. അവരുടെ വഴിയാത്രയിൽ, ജീവിതയാത്രയിൽ, പഠനയാത്രയിൽ, ജോലിയിൽ, കുടുംബജീവിതത്തിൽ ഒരു വലിയ കെടാവിളക്കായി, അതെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഇരുളേറിയ മരുഭൂയാത്രയിൽ തട്ടി വീഴാതെ, ഇടറി വീഴാതെ, അന്ധകാര ചുഴിയിൽ പെട്ടുപോകാതെ എത്തേണ്ടിടത്തെത്തുവാൻ ഈ തികവുള്ള വചനം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നടത്തട്ടെ, പരിപാലിക്കട്ടെ. ആകയാൽ ഏതെങ്കിലും വിഷമത്താൽ വ്യാകുലപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്നോ, എന്റെ മുമ്പിൽ ഒരു വഴി ഞാൻ കാണുന്നില്ല, പ്രത്യാശയ്ക്ക് യാതൊരു വകയും എന്റെ മുൻപിൽ ഇല്ല. കഴിഞ്ഞ 14 ദിവസങ്ങൾ ഞാൻ ഓടി നടന്നു. ഇനിയും വരുന്ന 14 ദിവസങ്ങൾ കൊണ്ട്, അഥവാ ഈ സെപ്റ്റംബർ 30-നകം എന്റെ ചില കാര്യങ്ങൾ നടക്കണം. എന്റെ അപ്പ, എന്റെ മുമ്പിൽ യാതൊന്നുമില്ല. അങ്ങനെ വിഷണ്ണരായി തളർന്ന് ക്ഷീണിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? പ്രിയ സഹോദര, സഹോദരി, തികവുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളെ നിറയ്ക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് വേണ്ട സമാധാനം, സന്തോഷം, ആശ്വാസം, സമാധാനം നിങ്ങളുടെ ഭവനത്തിലും ഹൃദയത്തിലും നൽകി തമ്പുരാൻ നിങ്ങളെ മാനിച്ച് നിലനിർത്തട്ടെ. അതോട് ചേർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ പ്രതികൂലങ്ങൾക്കും പോക്കുവഴിയും തമ്പുരാൻ ഉണ്ടാക്കി തരും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ മാനിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, തലമുറകളെ ഈ ലോകത്തിന്റെ ഏത് വൻകരയിലായിരുന്നാലും അവിടെയെല്ലാം ദൈവകൃപയോടെ സൂക്ഷിക്കട്ടെ. ഈ വിശുദ്ധ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവവചനത്തിന്റെ പൂർണ്ണതയോടെ നിങ്ങളെ മാനിച്ച് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. അതിന് നമ്മളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമായി മാസത്തിന്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഒരു വിശുദ്ധ ദിനം കൂടെ കാണുവാൻ ആയുസ്സും ആരോഗ്യവും ജീവനും നൽകി ഞങ്ങളെ നിലനിർത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ തികവുള്ള ദൈവവചനത്തിൽ മാത്രം ആശ്രയിപ്പാൻ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അനേകർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ജീവന്റെ വചനത്തിൽ മാത്രം ആശ്രയിപ്പാൻ ഇടയാകണമേ. ഇന്നിന്റെ ലോകത്തിൽ മുഴുകിപ്പോകുന്നവരായിട്ടല്ല, അതെ, തീനാൽ ഊതിക്കഴിച്ച ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വേദനകളെയും സങ്കടങ്ങളെയും അപ്പൻ ഏറ്റെടുക്കണം. ദൈവവചനം അയച്ച് അവർക്ക് വിടുതലും സൗഖ്യവും ആശ്വാസവും നിത്യമായ സ്വർഗീയ സമാധാനവും നൽകണം. അങ്ങനെ എല്ലാ നന്മകളാലും നിറച്ച് ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനത്തിൽ മാത്രം അടിയുറയ്ക്കുക, വിശ്വസിക്കുക. ഈ തികവുള്ള ദൈവവചനം നിങ്ങളെ ഓരോരുത്തരെയും തികവോടെ നടത്തട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യ ദിനത്തിന്റെയും
ഒരു ധന്യദിനമാക്കി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.